എല്ലാവർക്കും സ്വാഗതം. ബബിതയും മനും അലീനയും കൂടെ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിലൂടെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ബബിതേനെ കാണുമ്പോൾ ഒരു ചിരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും കളിയാക്കിക്കൊണ്ടുള്ള ഓരോ കമൻസൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാട്ടോ പോകുന്നത്. അത് കാണുമ്പോൾ ബബിതയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പോയിട്ട് നാളെ വന്നോളാം മനുവേട്ടാന്നൊക്കെ പറയുമ്പോൾ നാളെയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ബബിതേനെ അവിടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ഒരു പ്യൂൺ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പലിനെ കാണാനാണോ എന്ന്. അപ്പോൾ അകത്ത് ആരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡോറൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിപ്പോൾ തീരും അടുത്ത് നിങ്ങൾ കയറിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പ്യൂൺ ചോദിക്കുന്നുണ്ട്, ഇത് ബലാത്സംഗ കേസിലെ രോഹിത്തിൻ്റെ പെങ്ങളല്ലേ എന്ന്. പലീന പറയും ഇത് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയട്ടെ. അപ്പോൾ രണ്ടും ഒന്നെ അല്ലേ എന്ന് പ്യൂൺ പറയുന്ന സമയത്ത് ചേട്ടൻ പോകാൻ നോക്കുമെന്ന് പറയട്ടെ. അദ്ദേഹം പെറുപുറത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കുട്ടികൾ ബബിതനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. ബബിതയ്ക്ക് ആകെ സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. മനുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്നൊക്കെ. എങ്ങനെയെങ്കിലും പിടിച്ചവിടെ നിർത്തുകയാണ് കേട്ടോ. മനു ആണെങ്കിലും നാളെ ഈ കാര്യങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നീട് പ്രിൻസിപ്പളാണെങ്കിൽ റൂമിൽ നിന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോട് ബബിത പറയുന്നുണ്ടായിരുന്നു ഇതല്ല പ്രിൻസിപ്പൾ എന്ന്. അപ്പോൾ മനു അകത്തേക്ക് വരട്ടെ എന്ന് പ്രിൻസിപ്പലിനോട് ചോദിച്ചിട്ട് അകത്തേക്ക് കയറാനായിട്ട് അദ്ദേഹം അനുവാദം കൊടുക്കുകയാണെങ്കിൽ കയറാനായിട്ട് ആരോട് സംസാരിക്കാനായിട്ട് കുറച്ച് ദേഷ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അറ്റൻഡൻസ് കുറവായതുകൊണ്ട് തന്നെ ഈ സെമ്മിൽ പരീക്ഷ എഴുതിക്കാൻ പറ്റില്ല, അടുത്ത സെമ്മിൽ പഠിച്ചിട്ട് വരാനൊക്കെയാണ് കേട്ടോ പറയുന്നത്. കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നീട് ഇവരവിടെ ചെന്നിരുന്നിട്ട് ബബിതയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബബിത ഇങ്ങനെ ഒരു മാസത്തോളം ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബബിതയുടെ സഹോദരൻ ഒരു കേസിൽ പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടിലും ഒക്കെ മാനസിക പ്രശ്നത്തിലൊക്കെ ആയതുകൊണ്ടാണ് ബബിത ക്ലാസ്സിൽ വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന അദ്ദേഹത്തിനോട് സാറിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് ഒരു മാസത്തെ ക്ലാസ്സൊന്നും കളയേണ്ടി ഉണ്ടായിരുന്നില്ല, ഇവിടെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ടിങ് ടീം ഉണ്ടല്ലോ ഇവിടെ, അവരോട് സംസാരിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടെല്ലാം തരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബബിതയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലീവായ കാര്യമെല്ലാം HOD അറിയിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബബിത അതുപോലും അറിയിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം അതിനും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു, ആ ഒരു കാര്യം പോലും ഈ കുട്ടി ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബബിതയ്ക്ക് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് തന്നെ ഈ വർഷം എക്സാം എഴുതിക്കാൻ പറ്റുമോ എന്നൊക്കെ തന്നെയാണ് മനു അലീനയും കൂടെ സാറിനോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ, അറ്റൻഡൻസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ഒന്ന് എവിടേക്ക് ഓഫീസിൽ ചെന്നിട്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞോളാം ഓഫീസിലേക്ക് എന്നൊക്കെ അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ടായിരുന്നേ. ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോവേണ്ടി വരും എന്നൊക്കെ ബബിതയോടും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം അവരെ തിരിച്ചയക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിച്ചാൽ മതി എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ, ബബിതയുടെ ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ആ കോളേജിലുള്ള കുട്ടികളായിരിക്കും. ബബിത ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ അവളെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ രോഹിത്തിനെ കുറിച്ചുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ അവൾക്ക് വല്ല സംശയം വന്നാൽ വീട്ടിലെ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കളിയാക്കുന്ന പോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അച്ഛന് സ്വർണ്ണക്കടയും ജൗളിക്കടയൊക്കെ അല്ലേ, എന്തോ ആവാലോ എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ബബിതയും മനു ഒന്നും മിണ്ടാതെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് മിണ്ടാതെ അങ്ങ് പോരാൻ തോന്നുന്നില്ല. ബബിതയുടെ കൈയും പിടിച്ച് അവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ ഇത്, നിങ്ങളുടെ സഹപാഠിയല്ലേ, ഇങ്ങനെയാണോ നിങ്ങൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ അവളോടൊക്കെ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ അവരെ തള്ളിക്കളയോ അങ്ങനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇത് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വരാം, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കൂടെ നിർത്തല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തത് ഇവളുടെ സഹോദരനാണ്, ആ സഹോദരൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ പെൺകുട്ടി മൊഴി മാറ്റി പറയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അലീന കുറേ കാര്യങ്ങൾ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്, എന്തായാലും എക്സാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാട്ടോ അലീന ഇവിടുന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് മനും അവരെ നോക്കിയിട്ട് പോവാണ് എന്നുള്ള മട്ടിൽ ഇങ്ങനെ തലകുലുക്കി ഇതാക്കുന്നുണ്ട് കേട്ടോ. അലീന പറഞ്ഞ കാര്യങ്ങൾ അത്രയും മനുവിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിരിയോട് കൂടി തന്നെയാണ് മനു അവരുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ തലയാട്ടുന്നിട്ട്. പിന്നീട് അവർ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. ബബിതേനെ ക്ലാസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മനു അലീനയോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അലീനയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്താ മനുവേട്ട ടെൻഷനാക്കാതെ പറഞ്ഞു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയാമെന്ന് പറയും, ഒരു ക്ലൂ എങ്കിലും താ മനുവേട്ട എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങുമെന്ന് പറയും, ഇറങ്ങി ക്ലൂ തരാമെന്ന് പറയും. എന്നിട്ട് പിന്നെ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീന വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ മനുവിനോട്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യം ആൻറ്റീനോടൊന്ന് സംസാരിക്കണം, അത് കഴിഞ്ഞ്
കഴിഞ്ഞ് രോഹിത്തിനെ കാണണം. പിന്നീട് അങ്കിളിനോട് ഈ കാര്യം സംസാരിച്ചിട്ട് ഞാൻ മാഡത്തിനെ വന്ന് കണ്ട് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, എന്നെ മാഡം എന്നൊന്നും വിളിക്കേണ്ട, ഞാനൊരു അനാഥയല്ലേ, എനിക്ക് അങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ നാഥനില്ലാത്ത ആളല്ലേ അനാഥ, പക്ഷേ നാഥനുണ്ടല്ലോ എന്ന് പറയും കേട്ടോ മനു. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് അങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ വാ എന്ന് പറഞ്ഞിട്ട് മനു അകത്തേക്ക് ചെല്ലും കേട്ടോ. പിന്നീട് വൈജേനെയാണ് കാണിക്കുന്നത്. വൈജ അവിടെ എന്തോ ചെക്ക് ബുക്കോ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഡോറിന് ആരോ ഇങ്ങനെ മുട്ടുന്നത്. അപ്പോൾ 2 പ്രാവശ്യം തട്ടുന്ന സമയത്ത് എന്താ കുറച്ച് സമയം അവിടെ നിൽക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. അപ്പോൾ നീ ആയിരുന്നോ, നിനക്ക് എന്താ വേണ്ടത്, ഞാൻ വാതിൽ തുറന്നില്ലെങ്കിൽ നീ അങ്ങ് ചവിട്ടി പൊളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 തവണയല്ലേ തട്ടിയുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്തിനാന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടൻ ഇങ്ങനെ സംസാരിക്കാൻ കാത്തിക്കുകയാണെന്ന് പറയുമ്പോൾ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് എന്നോട് സംസാരിക്കാൻ ഇവളുടെ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയും, ഞാനൊരു മെസ്സേജ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നപ്പോൾ അത് നോക്കാൻ വേണ്ടി അങ്ങ് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മനു അങ്ങോട്ട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ആൻറ്റി ദേഷ്യം കുറച്ചൊന്ന് കുറയ്ക്കുമെന്ന് പറയും. അലീന അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മനു കേട്ടോ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നീട് വൈജയനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ നേരത്തെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയില്ലല്ലോ എന്നൊക്കെ വൈജ ഇങ്ങനെ മനുവിനോട് ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ ബബിതേനെയും കൊണ്ട് കോളേജിലേക്ക് പോയതായിരുന്നു എന്ന് പറയും. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നീ കോളേജിലേക്ക് ബബിതേനെയും കൊണ്ട് പോയപ്പോൾ എന്തിനാ അലീനേനെ കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ബബിതയ്ക്ക്, അവൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാൻ പേടിയായതുകൊണ്ട് എന്ന് പറയുമ്പോൾ അവളെയാണോ നീ സപ്പോർട്ടിന് കൊണ്ടുപോയത്, കോളേജ് പോലും കാണാതെ അവളെ കൊണ്ടുപോയിട്ട് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി അവൾക്ക് ഇങ്ങനെ ചില പെൺകുട്ടികളാകുമ്പോൾ ഇങ്ങനെ ചില സമയത്ത് അമ്മയുടെയും ചേച്ചിയുടെയൊക്കെ ഒരു ഇങ്ങനെ പ്രസൻസ് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവളാണോ ചേച്ചി, ഒരു ഉഗാണ്ടയിൽ നിന്ന് വന്ന ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും കേട്ടോ. പിന്നീട് അതെന്തേലും അതുപോലെ തന്നെ ഇങ്ങനെ ബബിതേനോട് 1 വർഷം കളയാൻ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ അലീനയാണ് ഇങ്ങനെ അവളെ കോളേജിലേക്ക് പോകാൻ നിർബന്ധിച്ചെന്നൊക്കെ മനു പറയുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട്, 1 വർഷം പോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, അപ്പോൾ അലീന പറഞ്ഞിട്ട് വേണം അവൾക്ക് കോളേജിലേക്ക് പോകാൻ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ വൈജയാണെങ്കിലും. പിന്നീട് ആ കാര്യം വിടുമെന്ന് പറയും. മനു പിന്നീട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഒരു റെക്കമെൻഡേഷന് വേണ്ടി വന്നതാണ്, അച്ഛനും അമ്മയും എന്നെ അതിന് പറഞ്ഞു വിട്ടതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഹരിക്ക് വേണ്ടിയിട്ടാണ് റെക്കമെൻഡേഷൻ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നത് അലീനയുടെ കാല് പിടിക്കുന്നതിനേക്കാളും നല്ലത് ഹരി ജയിലിൽ കിടക്കുന്നത് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ടായിരുന്നു, അലീനയായിട്ട് സന്ധി ചെയ്യുന്നവരെല്ലാവരും എൻ്റെ ശത്രുക്കൾ തന്നെയാണ്, അതിപ്പോൾ ഇനി അങ്ങനെ ആങ്ങളെ ആയാലും ഭർത്താവായാലും നീ ആയാലും ഞാനുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ച് കളയണമെന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ വെട്ടൊന്ന് ഇങ്ങനെ പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ആണെങ്കിൽ പറയുന്ന സമയത്ത് മനു ആണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ, പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാട്ടോ മനു പോകുന്നത്. പിന്നീട് രോഹിത്തിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, ഹരിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്, ഹരി ഇപ്പോഴും ജയിലിലാണ്, കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ അലീനയെ പോലെ എന്ത് ത്യാഗം ചെയ്യാനുള്ളൊരു സഹോദരി അവനില്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അലീന നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, അലീന ശരണ്യക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ പേരിലാണ് നിനക്ക് ഇത്രയെങ്കിലും ആനുകൂല്യം കിട്ടിയത്, ഇങ്ങനെ അലീനയോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മനു പറയുന്നതിനെല്ലാം ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ രോഹിത്തൊന്നും സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവാൻ ഡോറിൻ്റെ അവിടെ വരെ ചെന്നിട്ട് പിന്നീട് വീണ്ടും ഇങ്ങനെ മനു പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ പഴയ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ആരാന്നറിയോ, എൻ്റെ അമ്മയാണോ സഹോദരങ്ങളാണോ അതോ അച്ഛനാണോ, ഒരിക്കലുമല്ല അലീനയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മനു അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാലേന്ദ്രനാണെങ്കിലും ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് ഡോറൊക്കെ അങ്ങനെ അടച്ചിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. മനുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, രോഹിത്തിനെ കണ്ടോ, അവൻ എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നും സംസാരിച്ചില്ല, ഞാൻ പറഞ്ഞതിനെല്ലാം തലയാട്ടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്കിൾ അവനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട്, ഞാനൊന്നും പറയാനൊന്നും പോയിട്ടില്ല, അവൻ്റെ ടെൻഷൻ അവനല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ അലീനയോട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവളോടും കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, എന്ത് കമ്മ്യൂണിക്കേഷൻ, അവൾ പറയുന്നത് അവൻ അനുസരിക്കുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയും. അതെങ്കിലും അവൻ ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെ സാധിച്ചു അലീനയ്ക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഭയങ്കര അതിശയമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നീടാണ് മനു കാര്യത്തിലേക്ക് വരുന്നത്, ഹരിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ആരോട് റെക്കമെൻഡ് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ അലീനയോട് റെക്കമെൻഡ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ
ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ അലീനയോട് റെക്കമെൻഡ് ചെയ്യാൻ നിൽക്കല്ലേ. റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അലീന റെക്കമെൻഡ് ഇല്ലാതെ തന്നെ അത് ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇപ്പോൾ അതുപോലെ തന്നെ ശരണിയും അലീനയും തമ്മിൽ വലിയ അടുപ്പാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ മനു വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം പറയുമ്പോൾ അലീനയ്ക്ക് ഇപ്പോൾ ആ വീട്ടിലേക്ക് പ്രവേശനം പോലും ഇല്ല എന്നൊക്കെ ബാലേന്ദ്രനും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് ബാലേന്ദ്രൻ പ്രമോ കാണിക്കുന്നുണ്ട്. അതിൽ ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ മറ്റുള്ളവർ നിന്നോട് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ കാര്യമൊന്നും അലീനയോട് റെക്കമെൻഡ് ചെയ്യാൻ നിൽക്കല്ലേ. അവൾക്ക് ഇങ്ങനെ നിന്നെക്കുറിച്ച് ഇങ്ങനെ അവളുടെ മനസ്സിലൊരു സ്ഥാനം വിലയൊക്കെ ഉണ്ട്, അത് കളയാൻ നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ ഓട്ടോക്കാരൻ ഷാജി അലീനയോട് എന്തോ ഒന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയും മനുവും കൂടി ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. മനു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ശരണ്യയുടെ അമ്മയാണെങ്കിലും അലീനയോട് പറയുന്നുണ്ട്, മോള് അവളെ ഒന്ന് കണ്ട് സംസാരിക്കുക, അവൾക്കിപ്പോൾ അങ്ങനെ മോളെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ശരണ്യയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ശരണ്യയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്